ഹലോ ഫ്രണ്ട്സ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതാ നമ്മുടെ 5 AM മോർണിംഗ് റുട്ടീനാണ്. അപ്പോൾ നമ്മൾ തലേന്ന് കുറച്ച് കാര്യങ്ങൾ ചെയ്ത് വെച്ചാൽ നമുക്ക് 7 മണിക്ക് മുമ്പേ പണികളെല്ലാം തീർത്ത് ഫ്രീ ആവാം. അപ്പോൾ ഞാൻ രാവിലെ എണീറ്റ് വന്നപ്പോൾ തന്നെ പുറത്തുനിന്ന് ഇറങ്ങിയതാണ്. അപ്പം നല്ല അത്യാവശ്യം ഇരുട്ടുണ്ട്, സ്ട്രീറ്റ് ലൈറ്റ് ഉള്ളതുകൊണ്ടാണ് കുറച്ച് വെളിച്ചമൊക്കെ പോലെ തോന്നുന്നത്. അപ്പോൾ അടുക്കളയിലേക്ക് വന്ന് ജനലൊക്കെ തുറന്നിട്ടു. അപ്പോൾ കുഞ്ഞിന് കൊണ്ടുപോകാനായിട്ട് ഇന്ന് സാമ്പാറും ദോശയും മതി എന്ന് പറഞ്ഞു. അപ്പോൾ രണ്ടുപേരും അത് തന്നെയാട്ടോ കൊണ്ടുപോകുന്നത്. പക്ഷെ എന്നാലും ഞാൻ ചോറൊക്കെ വെക്കുന്നുണ്ട്. അപ്പം നമ്മുടെ പണി അങ്ങ് കഴിയുമല്ലോ. അല്ലെങ്കിൽ ചില ദിവസം രണ്ടുപേർക്കും ഡിഫറെൻ്റ് ആയിരിക്കും. ഒരാൾക്ക് ബ്രേക്ക്ഫാസ്റ്റ്, ഒരാൾക്ക് ലഞ്ചായിരിക്കും കൊണ്ടുപോകുന്നത്. അപ്പോൾ ഇതാ ഞാൻ ദോശയും സാമ്പാർ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ കുടിവെള്ളം എടുത്ത് ഇറക്കി അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ചോറ് റൈസ് കുക്കറിൽ നിന്ന് ഇറക്കി വെച്ചിട്ടുണ്ട് തിളപ്പിച്ച് വാർക്കാനായിട്ട്. ഇനി നമുക്ക് ബാക്കിയുള്ള പണികളെല്ലാം പടപടപടേന്ന് ചെയ്യണം. കാരണം നേരത്തെ തന്നെ പണി തീർക്കണമല്ലോ. പിന്നെ ഇന്ന് ഞാൻ കുഞ്ഞിൻ്റെ കൂടെ പോകുന്നുണ്ട്. ഫസ്റ്റ് ഡേ ആയതുകൊണ്ട് കുഞ്ഞിൻ്റെ കൂടെ പോകുന്നുണ്ട്. അപ്പം പിന്നെ ഞാൻ ഇതെല്ലാം അരിഞ്ഞ് നേരത്തെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് പണികൾ നമുക്ക് തീർക്കാൻ പറ്റും. അപ്പം ഞാൻ ചക്കക്കുരു മാങ്ങയും കൂടെ അരിഞ്ഞിട്ട് പച്ചമുളകൊക്കെ കീറിയിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ തോരനായിട്ട് മെഴുക്കുവരട്ടിക്കായിട്ട് കൂർക്ക നന്നാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ തലേന്ന് നമ്മളിങ്ങനെ ചെയ്ത് വെക്കുകയാണെങ്കിൽ രാവിലെ നല്ല എളുപ്പമാണ്. കട്ടിങ്ങിന് ആ സമയം നമുക്ക് ലാഭിക്കാൻ പറ്റും. നമുക്ക് പെട്ടെന്ന് തന്നെ പടപടോ എന്ന് പറഞ്ഞാൽ നമ്മുടെ പണികൾ തീരും. പിന്നെ രാവിലെ നമുക്കിതെല്ലാം ആക്കി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എളുപ്പമാണല്ലോ. രാത്രി ഇനി കട്ട് ചെയ്ത് വെച്ചാൽ മാത്രം മതിയല്ലോ. അപ്പം ഞാൻ എല്ലാ ദിവസവും ഇങ്ങനെ ചെയ്തിട്ട് പിറ്റേ ദിവസത്തേക്ക് എന്താണെന്നുള്ളത് തലേന്ന് പ്ലാൻ ചെയ്തിട്ട് രാത്രി തന്നെ കട്ട് ചെയ്ത് ഫ്രിഡ്ജിൽ എടുത്ത് വെക്കും. ഭയങ്കര ഈസിയാണ്. രാവിലെ നമ്മൾ തിരക്ക് പിടിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് 7 മണിക്ക് ആകുമ്പോഴേക്കും നമ്മുടെ പണികളെല്ലാം തീരുകയും ചെയ്യും. കുക്കിങ്ങും കഴിയും, അതിൻ്റെ പാത്രം കഴുകലും കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എളുപ്പമായി. പിന്നെ അടിച്ചു വാരലും തുടക്കലും മാത്രം ചെയ്താൽ മതി. അപ്പം ഞാൻ ചായയും അടുപ്പത്ത് വെക്കുന്നുണ്ട്. പിന്നെ ഇനി നമുക്ക് കൂർക്കൊന്ന് വേവിക്കാൻ വെക്കണം. അപ്പോൾ ഇങ്ങനെ അരിഞ്ഞു വെക്കുമ്പോൾ എന്താണെന്ന് വെച്ചാൽ നമുക്ക് പെട്ടെന്ന് ഓരടുപ്പ് ഇങ്ങനെ മാറി മാറി പെട്ടെന്ന് തന്നെ ചെയ്യാൻ പറ്റും. അപ്പം ഞാൻ ഇതാ നമ്മുടെ ചായ ഇത് പിന്നെ എന്താണ് നമ്മുടെ കുക്കർ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പം ഇനി അതവിടെ വേകട്ടെ. അപ്പോൾ ചോറുണ്ട്, നമ്മുടെ കൂർക്കയുടെ ഇത് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ വെള്ളം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതെല്ലാം പെട്ടെന്ന് തന്നെ റെഡി ആവുന്നതുകൊണ്ട് തന്നെ നമ്മുടെ പണികൾ വേഗം കഴിയും. അപ്പോൾ ചോറ് തിളച്ചിട്ടുണ്ട് കേട്ടോ. ചോറ് തിളച്ചതിനെ വാർത്ത് വെക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ ചായ ഇതാ ഞാൻ ഈ അടുപ്പിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അതിൽ പൊടിയിട്ടിട്ട് കട്ടൻ ചായയാണ് വെക്കാറുള്ളത്. പാൽ ചായ പിന്നെ എടുക്കാറുള്ളൂ. ചേട്ടനൊക്കെ എണീറ്റ് വരുമ്പോഴേ പാൽ ചായ എടുക്കാറുള്ളൂ. കാരണം രാവിലെ ഞാൻ മാത്രമേ കുടിക്കാറുള്ളല്ലോ. ചേട്ടനും കുഞ്ഞ് എണീക്കുമ്പം ചേട്ടൻ 6 മണിക്ക്, കുഞ്ഞ് പിന്നെ 7 മണിക്ക് എണീക്കുക. അമ്മു എൻ്റെ കൂടെ തന്നെ 5 മണിക്ക് എണീക്കും. കാരണം അമ്മു 10th ആയതുകൊണ്ട് ഇഷ്ടം പോലെ പഠിക്കാനുണ്ടല്ലോ. അപ്പോൾ അമ്മു 5 മണിക്ക് എണീറ്റ് പഠിക്കും. അപ്പോൾ ഇതാ നമ്മുടെ കൂർക്ക വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് അരിഞ്ഞ് പച്ചമുളകും ഉള്ളിയും ഒക്കെ അരിഞ്ഞ് വെളുത്തുള്ളിയൊക്കെ അരിഞ്ഞൊന്ന് കടുക് പൊട്ടിച്ചിട്ട് നമ്മൾ മഞ്ഞൾപ്പൊടി ഉപ്പിട്ട് വേവിച്ചിട്ട് കൂർക്കൊന്ന് അതിനകത്തൊന്ന് വറവിട്ടെടുക്കാം. അപ്പം എനിക്ക് കൂടുതലും ഇഷ്ടം ക്രഷ്ഡ് ചില്ലി ചേർത്ത് കൂർക്ക ഉണ്ടാക്കുന്നതാണ്. ഇപ്പം ക്രഷ്ഡ് ചില്ലി തീർന്നിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ക്രഷ്ഡ് ചില്ലി ഉണ്ടെങ്കിൽ ഞാൻ കൂർക്ക ഇങ്ങനെ വെറുതെ ഉപ്പിട്ട് വേവിച്ചിട്ട് പിന്നെ ക്രഷ്ഡ് ചില്ലി ഇട്ടിട്ട് ഉള്ളിയും ക്രഷ്ഡ് ചില്ലിയും ഒക്കെ കൂടെ ചതച്ചിട്ടിട്ട് ഇളക്കിയെടുക്കുകയാണ്. നല്ല ടേസ്റ്റ് ഉണ്ട് അങ്ങനെ കഴിക്കാനായിട്ട്. പിന്നെ ഇപ്പോൾ ക്രഷ്ഡ് ചില്ലി ഇല്ലല്ലോ, അപ്പം പിന്നെ നമ്മൾ ഇങ്ങനെ ഉള്ളതുപോലെ ഉണ്ടാക്കുകയല്ലേ ചെയ്യുക. അപ്പം ഞാനിതാ ചായ തിളപ്പിച്ചിറക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് ചട്ടി വെച്ച് കൊടുക്കാം കേട്ടോ, മൺചട്ടി വെച്ചെടുക്കുക. പിന്നെ ഞാൻ കറികളൊക്കെ മീൻകറി, പച്ചക്കറി, തോരൻ, ഇങ്ങനത്തെ എല്ലാം ഞാൻ മൺചട്ടിയിലാണ് വെക്കുന്നത്. എനിക്ക് അതാണ് ഇഷ്ടം. അങ്ങനെ ഇതാ നമ്മുടെ ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. എണ്ണ ഒഴിച്ചിട്ട് ഇനി കടുകിട്ട് പൊട്ടിച്ചിട്ട് നമ്മുടെ വെളുത്തുള്ളിയും പച്ചമുളകും ഉള്ളിയൊക്കെ കൂടെ ഒന്ന് വറവിട്ടിട്ട് അതിലേക്ക് നമുക്ക് കൂർക്കിയിട്ട് ഇളക്കിയെടുക്കാം. അപ്പം ഞാൻ അതിനു മുമ്പ് ചായ പഞ്ചസാര ഇട്ട് എടുത്തിട്ടുണ്ട്. ഇനി അത് 2 മിനിറ്റ് ഒന്ന് ഹാളിൽ പോയിരുന്നൊന്ന് കുടിക്കുക എന്നുള്ളത് ഒരു റിലാക്സേഷനാണ്. കുറച്ച് സമയം ഒരു 5 മിനിറ്റ് ഒന്ന് ഇരുന്നൊന്ന് ചായ കുടിച്ചുകൊണ്ട് ഒന്നിരുന്ന് കഴിയുമ്പോൾ ഒന്ന് റിലാക്സേഷൻ കിട്ടും നമുക്ക് രാവിലെ. അങ്ങനെ ഞാൻ 5 മിനിറ്റ് ഹാളിൽ പോയി ഇങ്ങനെ ഇരുന്ന് ലൈറ്റൊന്നും ഇടില്ല. കാരണം കുഞ്ഞും ചേട്ടനൊക്കെ കിടക്കുമായതുകൊണ്ട് അമ്മ റൂമിലിരുന്നാണല്ലോ പഠിക്കണത്. അപ്പം കുഞ്ഞിനോ ചേട്ടനോ ഡിസ്റ്റർബൻസ് വേണമെന്ന് വെച്ച് ഹാളിൽ ലൈറ്റ് ഇടാറില്ല. അപ്പോൾ അവിടെ ഇരുന്ന് ഇങ്ങനെ ഒരു 2 മിനിറ്റ് ചായ കുടിച്ച് റിലാക്സ് ചെയ്തിരിക്കും. ഇനി നമ്മുടെ എണ്ണയൊക്കെ ചൂടായിട്ടുണ്ട്, കടുകൊക്കെ പൊട്ടിയിട്ടുണ്ട്. നമ്മളതിലേക്ക് ഉള്ളിയും വെളുത്തുള്ളിയും പച്ചമുളകൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമുക്ക് നല്ലോണം മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ കൂർക്ക മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മുടെ ചോറ് തിളച്ചു, നമ്മുടെ കൂർക്ക മെഴുക്കുവരട്ടി ആവും. ഇനി
പിന്നെ നമുക്ക് ഉണ്ടാക്കുള്ളത് കറിയാണ്. പിന്നെ അച്ചാറുണ്ട്. അപ്പോൾ അമ്മു അതൊക്കെ കൂട്ടി കൊണ്ടുപോയിക്കോളും. നമ്മളെ കുടിവെള്ളവും തിളച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളെല്ലാം റെഡിയാക്കി വെക്കണം. ഓരോ അടുപ്പ് മാറ്റി മാറ്റി വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ പെട്ടെന്ന് പണികൾ തീരും. അപ്പം നമുക്ക് സുഖമാണ്. അല്ലെങ്കിൽ രാവിലെ പിന്നെ ആലോചിച്ച് അരിഞ്ഞൊക്കെ ഉണ്ടാക്കുമ്പോഴേക്കും നമ്മുടെ സമയം കുറേ സമയം പോകും. ഇതാണെങ്കിൽ ഓരോന്നടുപ്പ് മാറ്റുക, പിന്നെ വേഗം ഉണ്ടാക്കുക. ഇങ്ങനെ പെട്ടെന്ന് നമുക്ക് പണികൾ തീർക്കാൻ പറ്റും. ഇങ്ങനെ എല്ലാവരും ഇതുപോലൊക്കെ ഒന്ന് ഫോളോ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് പണികൾ കുറച്ച് ഈസി ആയി കിട്ടും. അപ്പം ഞാൻ ഇത്തിരി മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്, ക്രഷ്ഡ് ചില്ലി ഇല്ലാത്തതുകൊണ്ട്. എന്നിട്ടൊന്ന് നല്ലോണം അതിൻ്റെ പച്ചപ്പ് മാറി കഴിയുമ്പോൾ നമുക്കതിലേക്ക് കൂർക്കിട്ട് കൊടുത്തിട്ട് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുക. ഇപ്പം പിന്നെ മഴയും കുറച്ച് കുറവുണ്ട്. ഇന്നലെ മഴ ഉണ്ടായിരുന്നു നന്നായിട്ട്. സ്കൂളിൽ പോയപ്പോൾ ഉണ്ടായിരുന്നു. ആദ്യത്തെ ദിവസം നല്ല മഴയായിരുന്നു. പിന്നെ ഇന്ന് പിന്നെ ഇപ്പം മഴ പൊതുവേ കുറവാണ്. കുറച്ച് വെയിലൊക്കെ നല്ലോണം കിട്ടാറുണ്ട്. അപ്പം നമുക്ക് തുണികളൊക്കെ ഉണക്കാനൊക്കെ നല്ല എളുപ്പമായി. കുറച്ച് ദിവസം അടഞ്ഞ് മഴ പെയ്തപ്പം ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നല്ലോ തുണിയൊക്കെ ഉണക്കാനൊക്കെ ആയിട്ട്. ഇപ്പോൾ ഏതായാലും ഇടയ്ക്ക് മഴ പെയ്യുന്നതുകൊണ്ട് തുണിയൊക്കെ എളുപ്പമുണ്ട് കേട്ടോ. അപ്പം ഞാനിത് ചക്കക്കുരു മാങ്ങയും പച്ചമുളക് കീറിയതും കൂടെ ഉപ്പ് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് കുക്കറിൽ അടുപ്പത്ത് വെക്കണ്ടേ. അപ്പം നമ്മുടെ കൂർക്ക വേവിച്ചെടുത്തതുകൊണ്ട് ഇനി അടുത്തത് നമുക്ക് ചക്കക്കുരു മാങ്ങയൊക്കെ ഒന്ന് വേവിച്ചെടുക്കാം. മാക്സിമം കുക്കറിലെല്ലാം പെട്ടെന്ന് ചെയ്യുമ്പോൾ നമുക്ക് പെട്ടെന്ന് വെന്ത് കിട്ടും. അപ്പം നമുക്ക് കുക്കറിൽ വേവിച്ചെടുക്കാം കേട്ടോ. എൻ്റെ അടുത്തുണ്ടായിരുന്ന ഒരു കുക്കർ ചീത്തയായിപ്പോയി. ഈ ഒരു കുക്കറുള്ളൂ. അപ്പോൾ ഇത് രണ്ട് മാറ്റി മാറ്റി 2 കുക്കറൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് 2 കുക്കറിലും വേഗം ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഞാൻ മറ്റേ കുക്കർ ചീത്തയായിരിക്കുന്നതുകൊണ്ട് ഈ കുക്കറിൽ തന്നെ മാറ്റി മാറ്റി വേഗം ചെയ്തെടുക്കാൻ ചെയ്യാറുള്ളത്. അപ്പം ഇനി ഇത് വേവിച്ചെടുക്കാം. എന്നിട്ട് നമുക്കതിലേക്ക് തേങ്ങ മഞ്ഞൾപ്പൊടിയൊക്കെ ചേർത്ത് വെളുത്തുള്ളിയൊക്കെ ചേർത്ത് അരച്ചും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ മാങ്ങക്കറി റെഡിയാവും. അപ്പം അങ്ങനെ നമ്മുടെ കൂർക്കയൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി കൂർക്ക ചേർത്തില്ലായിരുന്നു കേട്ടോ. നമ്മൾ കടുക് പൊട്ടിച്ചൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ കൂർക്ക ഞാൻ അതിനകത്തേക്ക് ചേർത്ത് കൊടുത്ത് ഇളക്കിയെടുത്താൽ മതി. അപ്പോൾ അങ്ങനെ നമ്മുടെ കൂർക്ക റെഡിയായി. ഇനി നമുക്ക് ചെയ്യാനുള്ളത് കൂർക്ക ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ല മിക്സ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ കൂർക്ക റെഡിയായി. ഇനി നമുക്ക് ചെയ്യാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കറിയിലേക്ക് തേങ്ങ അരയ്ക്കണം. അത് മിക്സ് ചെയ്തെടുത്ത് അവിടെ അടച്ച് വെച്ചതിന് ശേഷം നമുക്ക് കറിയിലേക്ക് തേങ്ങ അരച്ച് ചേർക്കാം. അപ്പോൾ ഇതാ നമ്മുടെ കറിയിൽ തേങ്ങ അരച്ചൊക്കെ എടുത്തിട്ടുണ്ട്. ഇനി അത് നമ്മൾക്ക് ഇതേപോലെ ഒരു ചട്ടിയിലേക്ക് മാറ്റിയിട്ട് കടുകൊക്കെ മൂപ്പിച്ചിട്ട് ഉള്ളിയും കടുകും കൂടെ മൂപ്പിച്ചിട്ട് ആ കറിയിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ കുക്കറിന് ചട്ടിയിലേക്ക് മാറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ. കടുകൊക്കെ മൂപ്പിച്ച് മാങ്ങയും ചക്കക്കുരും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനി ഞാൻ തേങ്ങ ചേർത്ത് കൊടുത്തു. ഒരു തിള വന്നു കഴിഞ്ഞാൽ നമ്മുടെ കറിയും റെഡി ആയിട്ടുണ്ട്. അപ്പം നമുക്ക് ഇന്ന് ചക്കക്കുരു മാങ്ങ കറി, കൂർക്ക മെഴുക്കുവരട്ടി, അച്ചാർ ഇത്രയാണ് കേട്ടോ നമുക്കിന്ന് ലഞ്ചിനുള്ളത്. ബ്രേക്ക്ഫാസ്റ്റിന് ദോശയും സാമ്പാറുമാണ്. അപ്പം അങ്ങനെ നമ്മുടെ പണികളെല്ലാം പടപടേന്ന് തീരും രാവിലെ തന്നെ. താമസിച്ച് എണീക്കലും എത്രയോ നല്ലത് നമ്മൾ നേരത്തെ എണീക്കുന്നതാണ്. പിന്നെ നമുക്ക് പകൽ ഇത്തിരി ഒരു 10 മിനിറ്റൊക്കെ കിടക്കാമല്ലോ. ആ സമയത്ത് നമ്മൾ രാവിലെ എണീക്കുന്ന ക്ഷീണം നമുക്ക് മാറിക്കിട്ടും. രാവിലെ എണീക്കുമ്പം നല്ലതാണ്. നമുക്ക് നല്ല ഉന്മേഷവും നല്ലൊരു എനർജിയൊക്കെ കിട്ടും രാവിലെ എണീക്കുക എന്നുള്ളത്. 5 മണിക്ക് എണീക്കുന്നത് ഏറ്റവും നല്ലതാണ്. ആ സമയമാണ് നല്ലത്. താമസിച്ച് എണീറ്റ് കഴിഞ്ഞാൽ നമുക്ക് ആകെ ഒരു മന്ദതയായിരിക്കും, ഒരു മടിയായിരിക്കും. അന്നത്തെ ദിവസം മൊത്തം ഒരു താളം തെറ്റായിരിക്കും. അപ്പോൾ 5 മണിക്ക് അല്ലെങ്കിൽ 6 മണിക്കെങ്കിലും എണീക്കാൻ ശ്രമിക്കുക എല്ലാവരും. അതാണ് ഏറ്റവും നല്ല സമയം. നമ്മുടെ പണികളും നേരത്തെ തീർന്നു കിട്ടും. താമസിച്ച് എണീക്കുന്നതിനനുസരിച്ച് നമ്മുടെ പണികളും ലേറ്റാവും. അപ്പം നമുക്ക് ഈ ഒരു അലസതയും മടിയൊക്കെ ആയിരിക്കും. അപ്പം എല്ലാവരും നേരത്തെ എണീക്കാൻ എന്തൊക്കെ പറഞ്ഞാലും കുക്കിങ്ങും ക്ലീനിങ്ങും ഒക്കെ കഴിഞ്ഞ് നമുക്ക് 9 മണിയാകുമ്പോഴത്തേക്കും നമുക്ക് ഫ്രീ ആവാൻ പറ്റും. തലേന്ന് ഇതുപോലെ കുറച്ച് കാര്യങ്ങൾ ചെയ്ത് വെക്കുകയാണെങ്കിൽ നേരത്തെ തന്നെ 7 മണി ആകുമ്പോഴേക്കും നമ്മുടെ എല്ലാ പണിയും തീരും. ഒരു 6:30 6:45 ആകുമ്പോഴേക്കും നമ്മുടെ കുക്കിംഗ് ഒക്കെ കഴിയും. പിന്നെ നമ്മൾ തുടച്ച് അടിച്ചൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ പണികളെല്ലാം തീരും. പിന്നെ ആ സമയത്ത് തന്നെ നമ്മൾ അലക്കാനുള്ളതൊക്കെ മെഷീനിലിടുക. അങ്ങനെ നമ്മളെല്ലാം ടൈം ഷെഡ്യൂൾ ചെയ്ത് ഓരോ കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾക്ക് രാവിലെ തന്നെ പണികളെല്ലാം തീർത്ത് ഫ്രീ ആവാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഇങ്ങനെ ചെയ്യുക, പണികളെല്ലാം തീർത്ത് ഫ്രീ ആവാൻ നോക്കുക. പിന്നെ ഇനിയിപ്പോൾ ഞാൻ സാമ്പാറാണ് കേട്ടോ വേവിക്കുന്നത്. അപ്പോൾ ഞാൻ പരിപ്പ് കുക്കറിൽ വേവിച്ചെടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് തക്കാളിയും കിഴങ്ങും സവോളയും ഇത്തിരി പച്ചക്കറിയൊക്കെ വെച്ചിട്ട് ഞാൻ കുക്കർ അടുപ്പത്ത് വെക്കുന്നുണ്ട്. അപ്പം നമ്മുടെ സാമ്പാറും റെഡിയായി കിട്ടും. പിന്നെ ദോശ നമ്മൾ സ്കൂളിൽ കൊണ്ടുപോകാനും
ആ സമയത്ത് നമ്മൾ ചുട്ടെടുത്താൽ മതി. ചൂടോടെ നെയ്യൊക്കെ ചേർത്ത് ചുട്ടെടുത്താൽ മതിയല്ലോ. അപ്പം ഞാൻ പരിപ്പടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് കഷ്ണങ്ങളെല്ലാം കട്ട് ചെയ്തെടുക്കണം. അപ്പം നമ്മുടെ സാമ്പാറും റെഡിയായി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്കിതാ കുറച്ച് പാത്രങ്ങൾ. അപ്പം ഞാൻ ഇത് വേവിക്കാൻ വെച്ച സമയത്ത് തന്നെ, കുക്കറിൽ വേവിക്കാൻ വെച്ച സമയത്ത് അന്നേരം ഇപ്പം നമ്മൾ ഫ്രിഡ്ജിൽ അരിഞ്ഞു വെച്ചതും അതുപോലെ ഇപ്പം നമ്മൾ ഓരോ പാത്രങ്ങളൊക്കെ എടുത്തില്ലേ, അപ്പോൾ ആ പാത്രങ്ങളെല്ലാം ജസ്റ്റ് ഞാനൊന്ന് കഴുകി വെക്കുന്നുണ്ട്. അപ്പം നമ്മളപ്പം തന്നെ പാത്രം കഴുകി വെച്ച് കഴിഞ്ഞാൽ പിന്നെ ആ പണിയും കൂടെ നമ്മളുടെ ഈ ഒരു സമയത്ത് തന്നെ, നമ്മൾ കുക്കിങ്ങിൻ്റെ സമയത്ത് തന്നെ നമ്മുടെ പാത്രം കഴുകും, കഴിയും. എന്നിട്ട് കൗണ്ടർ ടോപ്പ് അങ്ങ് തുടച്ചിട്ട് കഴിഞ്ഞാൽ നമ്മുടെ അടുക്കള നീറ്റായിട്ടിരിക്കും. അല്ലെങ്കിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കുക്കിംഗ് കഴിയുമ്പോഴത്തേക്കും പാത്രങ്ങളെല്ലാം കൂടി അടുക്കള കാണുമ്പോൾ തന്നെ നമുക്കൊരു ഭ്രാന്ത് പിടിച്ച അവസ്ഥയാവും. അപ്പം അങ്ങനെ വരാതിരിക്കാൻ വേണ്ടി നമ്മൾ കുക്കിങ്ങിനോടൊപ്പം തന്നെ നമ്മുടെ പാത്രം കഴുകലും ചെയ്യുക. എടുക്കുന്ന പാത്രം അപ്പം തന്നെ കഴുകി വെക്കുകയാണെങ്കിൽ നമുക്ക് ഭയങ്കര ഈസിയാണ് കേട്ടോ. ഓരോ കാര്യങ്ങളും അങ്ങനെ നമ്മൾ നോക്കി ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പണി നമുക്ക് ഈസിയാക്കി കൊണ്ടുപോകാൻ പറ്റും. ജോലിക്കൊക്കെ പോകുന്നവർക്കാണെങ്കിൽ വൈകുന്നേരം വരുമ്പോൾ ഇങ്ങനെ പാത്രങ്ങളൊന്നും കൂടി കിടക്കില്ല. അപ്പം തന്നെ ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ആ വേസ്റ്റും കൊണ്ട് കളഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അടുക്കളയ്ക്ക് നീറ്റായിട്ടിരിക്കും. ജോലിക്ക് പോകുന്നവർക്ക് വന്ന് കഴിയുമ്പോഴും നമുക്ക് എളുപ്പമായിരിക്കും. അപ്പോൾ അങ്ങനെ നമ്മൾ ഓരോന്നും എളുപ്പ രീതിയിൽ ഓരോ കാര്യങ്ങളും നമ്മൾ ഷെഡ്യൂൾ ചെയ്ത് ചെയ്യുക. അപ്പോൾ അങ്ങനെ നമ്മുടെ പാത്രം കഴുകും അടുക്കള ക്ലീനാക്കലും ഒക്കെ കഴിഞ്ഞു. അപ്പോൾ എല്ലാവർക്കും ഇതുപോലെയൊക്കെ നിങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക. അങ്ങനെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ലഞ്ച് എല്ലാം റെഡിയായി. ഇനി കുട്ടികൾക്ക് ചോറ് ദോശയും സാമ്പാറും കഴിക്കാൻ കൊടുക്കണം. പിന്നെ അവരുടെ ടിഫിൻ ബോക്സ് ഇനി തിരക്കാണ്. കുക്കിങ്ങും ക്ലീനിങ്ങും ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇനി നമ്മൾ പെടപെടേന്ന് നമ്മൾക്ക് പോകാനുള്ള കാര്യങ്ങളൊക്കെ നോക്കണം. അപ്പം എനിക്കും കുളിക്കണം, പിന്നെ മോളെ കുളിപ്പിച്ച് റെഡിയാക്കണം, അവർക്കുള്ള ഫുഡ് ഒക്കെ റെഡിയാക്കി എടുക്കണം. അപ്പോൾ ഫുഡ് കഴിക്കാൻ കൊടുക്കണം, പാത്രത്തിലാക്കണം, അങ്ങനത്തെയൊക്കെ തിരക്കായി. അപ്പോഴേക്കും ചേട്ടൻ എണീറ്റ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചേട്ടന് ചായ എടുത്ത് കൊടുത്തു. പിന്നെ നമ്മുടെ സാമ്പാർ ഇതാ റെഡി ആയിട്ടുണ്ട്. കുഞ്ഞ് രാവിലെ ധൃതിയോടെ വന്ന് നോക്കൂട്ടോ എന്തൊക്കെയായി. എന്താണ് ദോശയും ഒക്കെ മുറിച്ച് പാത്രത്തിലാക്കുന്നതും അത് കെട്ടി എടുത്ത് വെക്കുന്നതും ഒക്കെ കുഞ്ഞാണ്. ഭയങ്കര ഇൻട്രസ്റ്റാണ് അങ്ങനെയൊക്കെ ചെയ്യാനായിട്ട്. അതുപോലെ എനിക്ക് കുക്കിങ്ങിനൊക്കെ സഹായിച്ചിരും കേട്ടോ. നമ്മൾ കറിയൊക്കെ ഉണ്ടാക്കുമ്പം നമ്മുടെ കൗണ്ടർ ടോപ്പിൻ്റെ മുകളിൽ കയറിയിരുന്ന് സവോള വഴറ്റി തരിക, അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ആണ്. അപ്പോൾ നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ മതി കുട്ടികൾ അങ്ങനെയൊക്കെ ചെയ്യുമ്പം. അപ്പം അങ്ങനെ നമ്മുടെ സാമ്പാർ റെഡിയായി. പിന്നെ കുഞ്ഞിനെ ദോശയൊക്കെ ചുട്ട് കൊടുത്തു കഴിഞ്ഞാൽ കുഞ്ഞതൊക്കെ പിച്ചി പാത്രത്തിലാക്കിക്കോളും. പിന്നെ കറിയാക്കി കൊടുത്താൽ മതി. അപ്പം നമ്മുടെ വീഡിയോ ഇന്ന് ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് നാളെ കാണുന്നതായിരിക്കും. ബൈ ബൈ.